ഹലോ അസ്സലാമു അലൈക്കും. ഷിഹാബിൻ്റെ യാത്ര ഇന്നത്തെ യാത്ര തുടരുകയാണ്. മാഷാ അല്ലാ, ആദ്യം തന്നെ ഷിഹാബിനെ കാണിച്ചു തന്നു. ഷിഹാബിനെ കൂടെ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ. മോർണിംഗ് ആണ്, അപ്പോൾ യാത്രയ്ക്ക് മോർണിംഗ് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ഷിഹാബിക്ക് മാത്രമായിരിക്കും. അപ്പോൾ മഹാരാഷ്ട്ര ബോർഡറിൽ ആദ്യമായിട്ടാണ് ഷിഹാബിക്ക, മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് ഷിഹാബിക്ക ബാഗുമായിട്ട് പോകുന്നത്. ഏകദേശം 12 to 15 kg വരെ ഉള്ള ഈ ബാഗ് ഇട്ടിട്ടാണ് ഷിഹാബിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇത് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് വെച്ചാൽ, ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ ഇന്ത്യ ബോർഡർ കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ കയറാൻ പോകുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ കയറാൻ പോകുമ്പോൾക്ക് ഷിഹാബിക്കക്ക് ബാഗ് ഒറ്റ പ്രാവശ്യം ഇട്ട് നടക്കാൻ പറ്റില്ല, കാരണം പ്രാക്ടീസ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസം ഇനി ഒരു കുറച്ചൊക്കെ ബാഗുകൾ ഇട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഷിഹാബിക്ക തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഷിഹാബിക്ക ഇനി പാകിസ്ഥാൻ ബോർഡർ വരെ കുറച്ച് മണിക്കൂറുകൾ ഇങ്ങനെ ബാഗ് ഇട്ടിട്ട് നടക്കാണ്. അപ്പോൾ ഏകദേശം ഷിഹാബിക്ക ഇന്ന് 13 കിലോമീറ്റർ വരെ ഈ ബാഗ് ഇട്ട് നടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ നമ്മളിപ്പോൾ ഏകദേശം ഇന്നൊരു 2-3 ദിവസം കൊണ്ട് 4ാമത്തെ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് 5ാമത്തെ സ്റ്റേറ്റാണ് കയറാൻ പോകുന്നത്. അപ്പോൾ നല്ല സന്തോഷം കാര്യമാണ് അറിയിക്കാനുള്ളത്. ഏകദേശം ഇന്ന് 2-3 ദിവസം കൊണ്ട് 5ാമത്തെ സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്രയാണുള്ളത്. മഹാരാഷ്ട്ര 2 ദിവസം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഗുജറാത്തിലായിരിക്കും. അപ്പോൾ ഈ പ്രദേശം കയറിയതിന് ശേഷം ഭയങ്കരമായ ഒരു ആൾക്കൂട്ടമൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ മാത്രമേ ഉള്ളൂ, ഷിഹാബിൻ്റെ കൂടെയുള്ള ടീംസ് മാത്രമേ ഉള്ളൂ. ഷിഹാബിക്ക ഉണ്ട്, ഇതാക്കണ്ടോ, ഷിഹാബിക്ക ഈ ബാഗിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മല കയറി പോവുകയാണ്. ഇതൊരു വലിയൊരു കാടാണ്, എന്താ പറയുക, അതൊക്കെ മറ്റേ പുലികളൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെ ഇതാ ബോർഡ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണും. ഇൻഷാ അല്ലാ കുറച്ച് മുമ്പ് പോയിട്ട് അവിടെ ഒരു ബോർഡുണ്ട്. പുലികളൊക്കെ അവിടെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ അതിലൂടെ നമ്മൾ ഇപ്പോൾ ഒന്നും പ്രശ്നമില്ല, നൈറ്റാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ മല കയറി കൊണ്ട് പോവാണ്. ഇവിടെ നെറ്റ്വർക്കിൻ്റെ സംഭവമൊന്നുമില്ല, വലിയൊരു മലയാണ് ഷിഹാബിക്ക കയറി കൊണ്ട് പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഈ മല ഏകദേശം 3 കിലോമീറ്റർ വരെ നമുക്ക് നടക്കാറുണ്ട്. ഷിഹാബിക്ക ഇങ്ങനെ നല്ല സ്പീഡായിട്ട് മല കയറിക്കൊണ്ട് പോവാണ്. മാഷാ അല്ലാ, നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഷിഹാബിക്കൻ്റെ യാത്രയിലും ഷിഹാബിക്കൻ്റെ ആഫിയത്തിലും ആരോഗ്യത്തിലും നല്ലത് വരാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. വളരെ ട്രാഫിക്കൊക്കെ ഉള്ള ഏരിയയാണ്, മലയാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് ഏകദേശം 7 കിലോമീറ്റർ പോയാൽ ഷിഹാബിക്ക നാഷ്ട ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അൽഹംദുലില്ലാ, ഈ സ്ഥലത്താണ് ഷിഹാബിക്ക ഇന്ന് നാഷ്ടയ്ക്ക് കഴിഞ്ഞത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഷിഹാബിക്ക വീണ്ടും യാത്ര തുടരുകയാണ്. ഇന്നും 15 കിലോമീറ്ററാണ് ഷിഹാബിക്ക നടക്കാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഫ്ലെക്സും ബാനറുമായിട്ട് ഷിഹാബിക്കനെ സ്വീകരിക്കുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ. അവിടെ ഒരു സ്വീകരണമൊക്കെ കിട്ടി ഷിഹാബിക്ക്. എന്തായാലും ഇൻഷാ അല്ലാ വെൽക്കം ഷിഹാബ് ചോട്ടൂർ ഫ്രം കേരള ടു മക്ക ഫോർ ഹജ്ജ്. ഓക്കെ, നമ്മൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ നിങ്ങൾ, ഫുള്ളായിട്ട് ട്രാഫിക്കാണ്, റോഡ് മൊത്തം ചെളിയാണ്. നിങ്ങൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കും. ഒരുപാട് വാഹനങ്ങൾ ട്രാഫിക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളെ വണ്ടി പോലും 1 മണിക്കൂറിനധികം അവിടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ട്രാഫിക്കിൽ. അപ്പോൾ ഷിഹാബിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ്. കുറച്ച് ആൾക്കാരുണ്ട്. ഏതായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. നാട്ടുകാർ ഒരു 4-5 പേര് വരുന്നുണ്ട്. ഷിഹാബിക്ക നല്ല ഫ്രീ ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട്, ആൾക്കൂട്ടമൊന്നുമില്ല, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. നല്ല റാഹത്തായിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് ഷിഹാബിക്ക നടന്നുകൊണ്ട് പോവാണ്. മാഷാ അല്ലാ, നല്ല പുഞ്ചിരിയോടെ നല്ല സ്പീഡായിട്ട് എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് എന്തൊക്കെ മോട്ടിവേഷനൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഷിഹാബിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട് നല്ല കാഴ്ചയിലെ കണ്ണിന് കാണാൻ. ഞാൻ സലീം താജ്, മഹാരാഷ്ട്രയിലെ ഒരു മലയാള മാധ്യമ പ്രവർത്തകനാണ്. ഇതിപ്പോൾ മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയ്ക്ക് സമീപം ചിഞ്ചോട്ടി എന്ന പ്രദേശത്തെത്തിയിട്ടുണ്ട്. ഒരുപറ്റം മലയാളികൾ താമസിക്കുന്ന പ്രദേശവുമാണിത്. മലയാളികൾ, ഉത്സാഹഭരിതരായ മലയാളി മുസ്ലിങ്ങൾ ചേർന്ന് നിർമ്മിച്ച ഒരു പള്ളിയുടെ സമീപത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടെ കുറച്ചു നേരം വിശ്രമത്തിന് ശേഷം ഷിഹാബ് ചോട്ടൂർ വീണ്ടും തൻ്റെ സാഹസിക യാത്ര, ആകർഷണീയവും അതുല്യവും അപൂർവവുമായ ആ യാത്രയ്ക്ക് വീണ്ടും തുടക്കം കുറിക്കും. അപ്പോൾ ഇതാണ് ഷിഹാബിക്ക ഇന്ന് ജുമാ നിസ്കരിക്കാൻ എത്തിയ പള്ളി. ഇതാണ്, ഈ പള്ളിയിലാണ് ഷിഹാബിക്കൻ്റെ ഇന്നത്തെ ജുമാ നിസ്കാരം. നമ്മളും ഒപ്പം എവിടെ നിസ്കരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഷിഹാബിക്കനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷിഹാബിക്കക്ക് വേണ്ടി ഇവിടുത്തെ ജുമാ 2 മണിക്ക് ഇന്ന് നിസ്കരിച്ചതാണ്. നമ്മൾ 2 മണിക്കാണ് ഇവിടെ നിസ്കാരം തുടങ്ങിയത്.
പാൽഘർ ജില്ല രൂപപ്പെടുകയും ചെയ്തു. ഇത് പാൽഘർ ജില്ല എന്ന് പറയുന്നത് ഒരു ആദിവാസി ബാഹുല്യ പ്രദേശമാണ്. മഹാരാഷ്ട്രയിലെ ഒരു ആദിവാസി ജില്ലയായിട്ടാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം വസൈ, മലയാളികൾ തിങ്ങിവസിക്കുന്ന വസൈ എന്ന പ്രദേശത്തെ വസൈ ഈസ്റ്റിൽ മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയ്ക്ക് സമീപത്തുള്ള ചിഞ്ചോട്ടി എന്ന് പറയുന്നുള്ള ചിഞ്ചോട്ടി എന്ന സ്ഥലത്തെ മസ്ജിദിൽ ഇന്ന് ജുമാ നമസ്കാരത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലഞ്ച്, ഉച്ചഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്ര ദിവസമായി അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്? ഷിഹാബ് ചോറ്റൂരിനോടൊപ്പം 36 ദിവസം. ഷിഹാബ്ക്ക് ഏകദേശം 37 ദിവസമായി. ഞാൻ 36 ദിവസമായിട്ട് ഷിഹാബ്ക്കിന്റെ കൂട്ടത്തിലുണ്ട്. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു മംഗലാപുരത്ത് നിന്ന്, പിന്നെ തിരിച്ചു തന്നെ വന്നു. അപ്പം താങ്കളുടെ അനുഭവം എന്താണ്? വളരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. നേപ്പാൾ, ഭൂട്ടാൻ, കാശ്മീർ, അങ്ങനെ ഇന്ത്യയിലായാലും ഇന്ത്യൻ്റെ പുറത്തായാലും ഒരുപാട് യാത്ര ചെയ്തതിൽ വെച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു യാത്ര ഇനി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം വളരെ ഡൗട്ടാണ്. നിങ്ങൾ എത്ര ബ്ലോഗേഴ്സ് ഇതോടൊപ്പം വന്നിട്ടുണ്ട്? ഷിഹാബ്ക്കിന്റെ കൂടുതൽ നമ്മൾ 3 പേരാണുള്ളത്. ഞാൻ, ഫാറൂഖ്, ഷിയാസ്ക, പിന്നെ അതുപോലെ തന്നെ വേറെയും കുറെ ബ്ലോഗേഴ്സ് ഉണ്ട്. പിന്നെ ഷിഹാബ്ക്ക് അവർ ബൈക്കിൽ സഞ്ചരിക്കുന്നു, ബൈക്കിലും കാറിലൊക്കെ ആയിട്ട് നമ്മുടെ കന്നഡ ചാനലിൽ, അതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ള, പിന്നെ നമ്മുടെ സിംഗപ്പൂർക്ക് അതെ, മലയാളികളെ കൂടാതെ കർണാടകത്തിൽ നിന്നുള്ള ചാനലുകാരും ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ വ്ലോഗ് ആണെങ്കിൽ പോലും ഷിഹാബ്ക്കിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ താങ്കളുടെ പേരെന്താണ് സുഹൃത്തിന്റെ പേര്? ഫാറൂഖ്. നാട്ടിലെവിടെയാണ്? നാട്ടില് കാലിക്കറ്റ്, കോഴിക്കോടാണ്. ഷിഹാബ്ക്കിന്റെ കൂടെ ഏകദേശം 20 ദിവസമായിട്ട് ഇപ്പൊ ഞാനും ഉണ്ട്. താങ്കളുടെ അനുഭവത്തെ കുറിച്ചൊന്ന് പറയൂ. എൻ്റെ അനുഭവം, ഷിഹാബ്ക്കിന്റെ കൂടെ ഇപ്പൊ നമുക്ക് യാത്ര ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഏറ്റവും എക്സ്ട്രീം ലെവലിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര, ഏറ്റവും സ്ലോ ലെവലിലാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനും യാത്രയെ ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഷിഹാബ്ക്കിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു ഹജ്ജിന് നമ്മളെന്താ പറയുക, മാക്സിമം നമ്മളൊരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ കൊണ്ടുവിടും. ഇത് നമ്മൾ വാഗാപോർട്ട് വരെ ഇൻഷാ അല്ലാഹ് ആഗ്രഹമുണ്ട് വാഗാപോർട്ട് വരെ പോകാനായിട്ട്. ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വാഗാപോർട്ട് വരെ പോകണം.